അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഖറയിൽ നാം ഇതുവരെ പറഞ്ഞത് മലക്കുകളോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ വേണ്ടി, ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറയുകയും അവരെല്ലാം സുജൂദ് ചെയ്യുകയും എന്നാൽ ഇബിലീസ് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തു. അബാ വസ്തക്ബറ, അവൻ വിസമ്മതിച്ചു, കിബർ കാണിച്ചു. വക്കാന മിനൽ കാഫിരീൻ, അവൻ കാഫിരീങ്ങളിൽ പെട്ടു. ഈ ഒരു എപ്പിസോഡാണ്. ഇതിനു മുമ്പ് മലക്കുകളോട് അള്ളാഹു ഭൂമിയിലൊരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രകടിപ്പിച്ച സംശയം, അവരുടെ സംശയ ദൂരീകരണത്തിന് അവരുടെ മുമ്പിൽ ചില ഇസ്മുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വിശദീകരിക്കാൻ പറഞ്ഞു. അവരുടെ കഴിവില്ലായ്മ സമ്മതിച്ചു. അള്ളാഹുവെ, നീയാണെല്ലാം അറിയുന്നവൻ, നീയാണ് ഹക്കീം എന്നവർ സമ്മതിച്ചു. അപ്പോൾ അള്ളാഹു ആദമിനോട് പറഞ്ഞു വിശദീകരിച്ചു കൊടുക്കാൻ. ആദം വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ പ്രസക്തി ബോധ്യപ്പെട്ടു. ആ എപ്പിസോഡ് കഴിഞ്ഞു. മനുഷ്യനൊരു സവിശേഷ സൃഷ്ടിയാണ് എന്ന് ആ ഒരു എപ്പിസോഡിൽ നിന്ന് അള്ളാഹു വ്യക്തമാക്കി. മലക്കുകൾക്കത് ബോധ്യമായി. അവരുടെ സംശയങ്ങളൊക്കെ അകന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ എപ്പിസോഡിൽ മലക്കുകളോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ വേണ്ടി പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, മലക്കുകളോട് പറയുന്ന കൽപ്പനകൾ പലപ്പോഴും സൃഷ്ടികൾക്കും ബാധകമാണ്. അള്ളാഹു നേരിട്ട് കൽപ്പിക്കുന്നത് മലക്കുകളോടാണ്. ഒരുപക്ഷെ ആകാശഭൂമികളിലുള്ളതെല്ലാം മനുഷ്യന് തസ്ഖീർ ചെയ്ത് മനുഷ്യന് വിധേയപ്പെടുത്തി കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നത് തന്നെ ആകാം ഇതും. ആകാശഭൂമികളിലുള്ള എല്ലാത്തിനോടും മനുഷ്യനെ റെസ്പെക്റ്റ് ചെയ്യണം, മനുഷ്യന് വിധേയപ്പെടണം എന്ന കൽപ്പനയാകാം. ആ കൽപ്പന മലക്കുകളടക്കം ശിരസാ വഹിച്ചു. പക്ഷേ ഇബിലീസ് കൂട്ടാക്കിയില്ല. അതിനെയാണ് സുജൂദ് എന്ന് പറഞ്ഞത്. സുജൂദ് നമ്മുടെ സെൻസിൽ സുജൂദ് എന്ന് പറയുന്നത് കുനിയുന്നതിനോ കുമ്പിടുന്നതിനോ ആണ്. നമ്മൾ സാധാരണ കുനിഞ്ഞ് റുക്കൂ ചെയ്യുന്നതിനും ഭാഷയിൽ സുജൂദ് എന്ന് തന്നെ പറയും, അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിൽ കുമ്പിടുന്നതിന് പറയും. ഇങ്ങനെ കുനിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കുമ്പിട്ടുകൊണ്ട് റെസ്പെക്റ്റ് ഷോ ചെയ്യുന്ന രീതി മുമ്പ് കാലത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. നമുക്ക് കാണാൻ കഴിയും, സൂറ യൂസുഫിൽ യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നുണ്ട്. അദ്ദേഹം തൻ്റെ ഉപ്പയോട് പറയുന്നത്, ഇത് ഖാല യൂസുഫുൽ അബീഹി യാ അബത്തി, എൻ്റെ പൊന്നുപ്പ, ഇന്നി റഅയ്തു അഹദാശറ കൗക്കബൻ, ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടു. വശംസ വൽഖമറ, സൂര്യനെയും ചന്ദ്രനെയും കണ്ടു. റഅയ്തുഹും ലീ സാജിദീൻ, അവർ അതൊക്കെ എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടു. എന്നിട്ട് സൂറ യൂസുഫിൻ്റെ അവസാനത്തിൽ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ പത്നിയും ഈജിപ്തിലേക്ക് എത്തിയ സമയത്ത് ഫലമ്മ ദഖലു അലാ യൂസുഫ, അവർ യൂസുഫിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ ആവാ ഇലൈഹി അബവൈ, യാക്കൂബ് അലൈഹിസ്സലാമിനെയും യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ പത്നിയെയും, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സ്വന്തം ഉമ്മയല്ല, എന്നാൽ ഉപ്പയുടെ മറ്റൊരു ഭാര്യയാണ്. സ്വന്തം ഉമ്മ നേരത്തെ മരണപ്പെട്ടതാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ ആവാ ഇലൈഹി, യൂസുഫ് അലൈഹിസ്സലാം ചേർത്ത് പിടിച്ചു. വഖാല ദുഖുലു മിസ്ര ഇൻഷാ അല്ലാഹ് ആമിനീൻ, മിസ്റിലേക്ക് പോരി, ഇവിടെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ആമിനീങ്ങളായിരിക്കും, നിർഭയരായിരിക്കും, നിങ്ങൾക്ക് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിച്ചു. എന്നിട്ട് വറഫ അബവൈഹി അലൽ അർഷ്, മാതാപിതാക്കളെ യൂസുഫ് സിംഹാസനത്തിൽ ഇരുത്തി, അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്. അതിനുശേഷം ഖുർആൻ പറയുന്നത് വഹറു ലഹു സുജ്ജദൻ, അവരെല്ലാവരും പ്ലൂറലായിട്ടാണ് പറഞ്ഞത്. അവിടെ യൂസുഫിൻ്റെ സഹോദരങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഉപ്പയും ഉമ്മയും അടക്കം ഹറു ലഹു സുജ്ജദൻ, യൂസുഫിന് സുജൂദ് ചെയ്തു. വക്കാല, അപ്പോൾ യൂസുഫ് പറഞ്ഞു, യാ അബത്തി, പൊന്നുപ്പ, ഹാദാ തഅ്വീലു റുഅ്യായ മിൻ ഖബ്ലു, ഇതാണ് അന്ന് ഞാൻ കണ്ട സ്വപ്നം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ ചെറുപ്പത്തിൽ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു സ്വപ്നം, ആ സ്വപ്നത്തിൻ്റെ തെളിവിത്, ആ സ്വപ്നം പുലർന്നത് ഇതാണ് ഉപ്പ. ഖദ് ജഅലഹ റബ്ബി ഹക്ക, എൻ്റെ റബ്ബ് അതിനെ സത്യമായി പുലർത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ സുജൂദ് ചെയ്തു എന്ന് പറയുന്നു, അത് കുനിയലോ കുമ്പിടലോ ആണ്. അതിന് വിലക്കുണ്ടായിരുന്നില്ല ഇസ്ലാമിന് മുമ്പ്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള ശരീഅത്തിൽ അതിന് വിലക്കുണ്ടായിരുന്നില്ല എന്ന് ഇബ്നു അഷൂർ റഹ്മഹുല്ലാഹ് പറയുന്നു. വക്കാന സുജൂദ് തഹിയ്യത്തൽ മുലൂക്കി വളുറാബിഹിം, മലക്കുകൾക്കും രാജാക്കന്മാർക്കും അവരുടെ ആൾക്കാർക്കൊക്കെ
ചെയ്തിരുന്നു. വലം യക്കുൻ യൗമൈദിൻ മംനൂഅൻ ഫി ശറായി വഇന്നമ മനഉൽ ഇസ്ലാമു ലിഗൈരില്ല. റസൂലുള്ളാഹിക്ക് ശേഷമുള്ള ശരീഅത്തിലാണ് അള്ളാഹ്ക്ക് പുറമെയുള്ളവർക്ക് സുജൂദ് വിലക്കിയത്. സുജൂദ് മാത്രമല്ല, റെസ്പെക്റ്റ് ഷോ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ബഹുമാനിക്കണം എന്നുള്ള രീതിയിൽ, സിംബോളിക്കായ രീതിയിലൊക്കെ ബഹുമാനിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ വരെ പാടില്ല. അൽ ഖിയാമു അലാ സബീലിൽ ഇഅ്ലാമി മക്റൂഹുൻ. ഇമാം ഖസാലി റഹിമഹുല്ലാ പറഞ്ഞത് അങ്ങനെയാണ്. ഇഅ്ലാമോടുകൂടെ ഇഅ്ലാമിന് വേണ്ടി നിൽക്കൽ മക്റൂഹാണ്, കറാഹത്താണ്. എന്നാൽ അതേസമയം ഇക്റാമിന് വേണ്ടി നിൽക്കാം, ഒരാളെ യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്ന ആളെ റിസീവ് ചെയ്യാൻ വേണ്ടി നിൽക്കാം, ആ രീതിയിൽ നാച്ചുറൽ രീതിയിൽ നിൽക്കാം. ഒരാളെ സ്നേഹിച്ചുകൊണ്ട് അയാളെ അംഗീകരിച്ചുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ നിൽക്കാം. പക്ഷേ ഒരു ഇഅ്ലാമോടുകൂടെയുള്ള നൃത്തം അത് കറാഹത്താണ്. ഒരു സംഭവം നമുക്ക് കാണാം. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്ന സമയത്ത് ഖാല ഖറജ മുആവിയ ഫഖാമ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ വ ഇബ്നു സഫ്വാൻ. അബ്ദുല്ലാഹി ഇബ്നു സുബൈറും ഇബ്നു സഫ്വാനും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു. ഹീന റഔ, അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖാല ജിലിസ, നിങ്ങൾ രണ്ടാളും ഇരിക്ക്. സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സറഹു അൻ യതമസ്സല ലഹു റിജാലു ഖിയാമൻ, ആരെങ്കിലും അയാൾക്ക് ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബഹുമാനിക്കണം എന്നാരെങ്കിലും ഉള്ളുകൊണ്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫൽ യതബവ്വഉ മഖ്അദഹു മിനന്നാർ, അവൻ്റെ ഇരിപ്പിടം നരകത്തിൽ തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന് റസൂല് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബഹുമാന്യനാണ്, എന്നെ എല്ലാവരും ബഹുമാനിക്കണമെന്ന് വിചാരിക്കുന്നതും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ബഹുമാന്യനാണ്, അപ്പോൾ ആദരസൂചകമായിട്ട് സിംബോളിക്കലി എഴുന്നേറ്റ് നിൽക്കണം എന്ന് കരുതുന്നതും അങ്ങനെ ചെയ്യുന്നതും തെറ്റാണ്. പക്ഷേ മുൻകാല ശരീഅത്തിൽ അതിന് വിലക്കുണ്ടായിരുന്നില്ല. നമ്മുടെ ശരീഅത്തിൽ കുനിയാനും കുമ്പിടാനും വിലക്കുണ്ട്. അപ്പോൾ ആദമിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്തത് ഒരു ആരാധനയല്ല. സുജൂദ് മുൻകാല ശരീഅത്തിലടക്കം ഉള്ളതാണ്, അത് ആരാധനയല്ല. അത് റെസ്പെക്റ്റ് ഷോ ചെയ്യാൻ വേണ്ടി കുനിയുന്നതും കുമ്പിടുന്നതുമാണ്. ആരാധനയാകുന്നത് ഇലാഹിൻ്റെ മുമ്പിൽ ചെയ്യുമ്പോഴാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെയ്യുമ്പോൾ അത് ആരാധനയാണ്. അല്ലെങ്കിൽ സ്വയം കഴിവുണ്ടെന്ന് വിചാരിച്ച് ഏതെങ്കിലും സൃഷ്ടിയുടെയോ വസ്തുവിൻ്റെയോ മുമ്പിൽ ചെയ്യുന്നതും ആരാധനയാണ്. അപ്പം മലക്കുകളൊക്കെ ആദമിന് സുജൂദ് ചെയ്തു, പക്ഷേ ഇബ്ലീസ് ചെയ്തില്ല. അങ്ങനെ അവൻ കാഫിരീങ്ങളിൽപ്പെട്ടു. വകാന മിനൽ കാഫിരീൻ. നാം ആദമിനോട് പറഞ്ഞു, വഖുൽനായ ആദം ഇസ്കുൻ അന്ത വസൗജുക്കൽ ജന്ന, നീയും നിൻ്റെ ഇണയും ജന്നത്തിൽ താമസിച്ചോളൂ. ആദമിൻ്റെ ഇണയുടെ സൃഷ്ടിപ്പിൻ്റെ കാര്യം പറയുന്നില്ല. സൂറ നിസായിൽ പറയുന്നുണ്ട്, ഒരേ ശരീരത്തിൽ നിന്നാണ്, ഒരേ നഫ്സിൽ നിന്നാണ് നിങ്ങളൊക്കെ ഉണ്ടായത്. അവിടെ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. ആദ്യത്തെ എപ്പിസോഡിൽ ആദമിന് ഇസ്മു പഠിപ്പിച്ചു എന്നേ പറയുന്നുള്ളൂ. രണ്ടാമത്തെ എപ്പിസോഡിൽ ആദമിനോടും ഇണയോടും സ്വർഗത്തിൽ ജന്നത്തിൽ താമസിച്ചോളൂ എന്നാണ് പറയുന്നത്. ജന്നത്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, തോട്ടമാണ്. ഇവിടെ പറഞ്ഞ ജന്നത്ത് ഭൂമിയിലാണോ അതോ മറ്റ് വല്ലയിടത്തുമുള്ള ജന്നത്താണോ എന്ന കാര്യത്തിലൊക്കെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. തൗറാത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. അപ്പോൾ കിഴക്കുണ്ടാക്കിയ ഏദൻ തോട്ടം, ഭൂമിയിലാണ് ഏദൻ തോട്ടം എന്നാണ് അവരുടെ വ്യാഖ്യാനം. ഇതേ വ്യാഖ്യാനമാണ് പല മുഫസ്സിറുകൾക്കുമുള്ളത്. എന്നാൽ അങ്ങനെയല്ല, ഈ സ്വർഗം എന്ന് പറയുന്നത് ഭൂമിയിലല്ല, മറ്റൊരു സ്വർഗമാണ് എന്ന വ്യാഖ്യാനവും മഹാഭൂരിപക്ഷം ആളുകളും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭൂമിയിലാണെങ്കിലും ആ സ്വർഗം സവിശേഷമായ ഒന്നാണ്. അവിടെ പ്രത്യേകമായ അവസ്ഥയിലാണ് അവരുള്ളത്. അതൊരു സ്വർഗീയ അവസ്ഥയാണ്. ആ അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പറയുന്നുണ്ട്. സൂറ ത്വാഹയിൽ പറയുന്നുണ്ട്, പിശാജ് നിങ്ങളെ വഴിതെറ്റിക്കും, സൂക്ഷിക്കണം, പിശാജിനെ നിങ്ങൾ ശത്രുവായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറയുന്നത്, ഈ ജന്നത്തിൽ നിന്ന് ഫലാ യുഖ്രിജന്നക്കും, അവൻ നിങ്ങളെ രണ്ടാളെയും പുറത്താക്കാതിരിക്കട്ടെ, മിനൽ ജന്ന, ജന്നത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കട്ടെ. അങ്ങനെ പുറത്താക്കിയാൽ ഫതഷ്ഖ, നിങ്ങൾ ബുദ്ധിമുട്ടും. എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ട്? ഇവിടെ നിങ്ങൾ സ്വർഗീയ അവസ്ഥയിൽ ഇന്നലക്ക അല്ല തെജു, ഇവിടെ വിശപ്പുണ്ടാവില്ല. തെജു അഫി, അവിടെ നിനക്ക് വിശക്കേണ്ടി വരില്ല. വലാ തഅറ,
വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. വാന്നകല തെളുമ ഊ ഫിഹ, അവിടെ നിനക്ക് വെള്ളത്തിൻ്റെ ദാഹം ഉണ്ടാവുകയില്ല. വലാ തെളുഹ, അവിടെ വെയിലുണ്ടാവുകയില്ല, അവിടെ ചൂടനുഭവപ്പെടുകയില്ല. ഇതൊക്കെ അവിടുത്തെ സൗഭാഗ്യങ്ങളാണ്. വിശപ്പില്ല, വസ്ത്രത്തിൻ്റെ ആവശ്യം, ഭക്ഷണത്തിൻ്റെ ആവശ്യം, വെള്ളത്തിൻ്റെ ആവശ്യം ഒന്നുമില്ല. അതുപോലെ മേൽപ്പുര ഷെൽട്ടറിൻ്റെ ആവശ്യവുമില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഭൂമിയിലാണെങ്കിലും ആ ജന്നത്തിലുള്ളത് അങ്ങനത്തെ ഒരവസ്ഥയാണ്. അങ്ങനെ അവരെ ആദമിനോടും ഇണയോടും നിങ്ങൾ ജന്നത്തിൽ പാർത്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വകുലാ മിൻഹ റഗദൻ, യഥേഷ്ടം നിങ്ങൾ അവിടെ ഭക്ഷിച്ചുകൊള്ളൂ. ഹൈസു ശീത്തുമ, നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെ ഉദ്ദേശിക്കുന്നു അതൊക്കെ ഭക്ഷിച്ചോളൂ. വലാ തഖ്റബാ ഹാദി ഷജറത്ത, എന്നാൽ ഈ മരം കൊള്ളെ നിങ്ങൾ അടുക്കരുത്, നിങ്ങൾ അപ്രോച്ച് ചെയ്യരുത്. ഈ മരത്തെ നിങ്ങൾ അപ്രോച്ച് ചെയ്യരുത്. നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ തക്കൂന മിനല്ലാലിമീൻ, നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും. നിങ്ങളോട് തന്നെ അക്രമം ചെയ്ത് നിങ്ങളുടെ ഈ സ്വർഗീയ അവസ്ഥ ഒരുപക്ഷെ നീങ്ങിപ്പോകും. അസല്ലഹുമ ഷെയ്ത്വാനു, ഷെയ്ത്താൻ അവരെ രണ്ടുപേരെയും വ്യതിചലിപ്പിച്ചു. അൻഹ, അവരുണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. അഖ്റജഹുമ, അവരെ രണ്ടുപേരെയും പുറത്താക്കി. മിമ്മ കാനാഫിഹി, അവർ രണ്ടുപേരും എന്തൊന്നിലാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് പുറത്താക്കി. എന്തൊരു സ്റ്റാറ്റസ് അവർ ഉണ്ടായിരുന്നു, അവരനുഭവിച്ചിരുന്ന സൗഭാഗ്യങ്ങൾ, നിഅമത്തുകൾ എന്തൊക്കെയായിരുന്നോ അതിൽ നിന്നൊക്കെ പുറത്താക്കി. അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ മറ്റിടങ്ങളിൽ പറയുന്നുണ്ട്. വിശേഷിച്ച് സൂറ ത്വാഹയിലും സൂറ അഹ്റാഫിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത് കാണാം. ഷെയ്ത്വാൻ അവർക്ക് വസ്വാസ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഫവസ്വസ ഇലൈഹി ഷെയ്ത്വാൻ, ആദമിന് വസ്വാസ് ഉണ്ടാക്കി ഷെയ്ത്വാൻ. ഈ മരത്തെക്കുറിച്ച് ചിലതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് വസ്വാസ് ഉണ്ടാക്കി. അങ്ങനെ പിശാചിൻ്റെ പറച്ചിലുകളൊക്കെ കേട്ടപ്പോൾ ആദമിന് സംശയം വന്നു. അങ്ങനെ ആദമും ആദമിൻ്റെ ഇണയും കൂടി, ഹവ്വ എന്നാണ് ഹീബ്രു ബൈബിളിലൊക്കെ ഉള്ളത്. അത് തന്നെയാണ് ഇതിൻ്റെ വ്യാഖ്യാതാക്കളും അതുപോലെ ഹദീസുകളിലൊക്കെ വന്നതും അത് തന്നെയാണ്. ഹവ്വ എന്ന പേരാണ്. ആദമും ഹവ്വയും. ഫഅകല, അവർ രണ്ടുപേരും തിന്നു. മിൻഹ, അത് തിന്നു, ആ മരത്തിൻ്റെ കനി തിന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇതുവരെ അവർക്ക് പലതും ആവശ്യമുണ്ടായിരുന്നില്ല, വസ്ത്രത്തിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിച്ചതോടുകൂടെ ഫബദത്ത് ലഹുമ സൗആത്തുഹുമ, അവരുടെ നഗ്നത അവർക്ക് വെളിപ്പെട്ടു. അവർക്ക് നഗ്നത മറക്കണം എന്നൊരാവശ്യം തോന്നി. വത്തഫിഖ യഖ്സിഫാനി അലൈഹിമ മിൻ വറക്കിൽ ജന്ന, തോട്ടത്തിലെ ഇലകളെടുത്തുകൊണ്ട് അവർ മൂടി. അങ്ങനെ അവർക്കൊരു ഹുബൂത്ത് ഉണ്ടായി, ഒരു പതനമുണ്ടായി. പിശാച് അവരെ വ്യതിചലിപ്പിച്ചു, അവരുടെ സ്വർഗീയാവസ്ഥയിൽ നിന്ന് അവരെ പുറത്താക്കി. അതൊരു പതനമാണ്. അതിനെയാണ് ആദമിൻ്റെ ഒന്നാമത്തെ ഹുബൂത്ത് എന്ന് പറയാറ്, പതനം. അള്ളാഹു പറഞ്ഞു വക്കുൽന, നാം പറഞ്ഞു ഇഹ്ബിത്തു ബഅലുക്കും ലി ബഅലിൻ, അതു ഇഹ്ബിത്തു, ഗെറ്റ് ഡൗൺ, അതാണ് ഹുബൂത്ത്. ആ ഒരു സ്റ്റാറ്റസിൽ നിന്ന് താഴേക്ക് പോ. ബഅലുക്കും ലി ബഅലിൻ അദുവ്, നിങ്ങൾ പരസ്പരം ശത്രുക്കളാണ്. നിങ്ങൾ മനുഷ്യരും പിശാചുക്കളും പരസ്പരം ശത്രുക്കളാണ്. അള്ളാഹു പറയുന്നുണ്ട് സൂറ ഫാത്തിറിൽ കാണാം, ഇന്ന ഷെയ്ത്വാൻ അലക്കും അദുവുൻ, ഷെയ്ത്വാൻ നിങ്ങൾക്ക് ശത്രുവാണ്. ഫത്തഹിദൂഹു അദുവ, അവനെ ശത്രുവായിട്ട് തന്നെ എടുക്കണം. കാരണം ഇന്നമാ യദ്ഉ ഹിസ്ബഹു, അവനവൻ്റെ ആൾക്കാരെ എങ്ങോട്ടേക്കാണ് വിളിച്ചുകൊണ്ടുപോകുന്നത്? ലിയക്കൂനു മിൻ അസ്ഹാബി സഈർ, കത്തിജ്വലിക്കുന്ന തീയുടെ ആൾക്കാരാകാൻ വേണ്ടിയിട്ടാണ് അവനവരെ ക്ഷണിക്കുന്നത്. തീജാലയിലേക്കാണ് അവൻ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് അവനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ എടുക്കണം. സൂറ അഹ്റാഫിൽ പറയുന്നത് യാ ബനി ആദം, ആദമിൻ്റെ പുത്രന്മാരെ, ലാ യഫ്തിനന്നക്കുമു ഷെയ്ത്വാൻ, ഷെയ്ത്താൻ നിങ്ങളെ ഷെയ്ത്താൻ നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. ഏതുപോലെ കമ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, ജന്നത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളുടെ ഉപ്പ ഉമ്മമാരെ. യൻസി അൻഹുമ ലിബാസഹുമ ലിയുരിയഹുമ സൗആത്തിഹിമ, അവരുടെ വസ്ത്രം ഊരിക്കൊണ്ട് അവരുടെ നഗ്നത അവർക്ക് പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ. വസ്ത്രത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഇവിടെ ഉദ്ദേശിച്ച വസ്ത്രം തഖ്വയാണ് എന്ന് വ്യാഖ്യാനമുണ്ട്. അവരുടെ തഖ്വയാകുന്ന വസ്ത്രം അവരുടെ കൽബിൽ നിന്ന് ഊരിക്കൊണ്ട് അങ്ങനെ അവരുടെ നഗ്നത അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അവനവരെ ഫിത്നയിലകപ്പെടുത്തി. എന്നിട്ട് നമ്മളോട് പറയുന്നു ഇന്നഹു യറാക്കും, അവൻ നിങ്ങളെ കാണുന്നുണ്ട്. ആ പിശാജ് ഹുവ വ കബീലുഹു, അവനും അവൻ്റെ കബീലയും അവൻ്റെ ആൾക്കാരും അവൻ്റെ ഗോത്രവും നിങ്ങളെ കാണുന്നുണ്ട്. മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾ അവരെ കാണാത്ത വിധത്തിൽ. നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല, അവരെ തന്ത്രങ്ങൾ അറിയാൻ കഴിയില്ല. പക്ഷെ അവർ നിങ്ങളെ കൃത്യമായി അറിയുന്നു.
നിങ്ങളെ വീക്ക്നെസ് നിങ്ങളെല്ലാം അവരറിഞ്ഞിട്ട് ഓരോരുത്തരെയും അതിനനുസരിച്ച് അവർ അപ്രോച്ച് ചെയ്യുന്നു. ഇന്നാ ജഅൽന ഷയാത്വീൻ ഔലിയ അലില്ലദീന ലാ യുഅ്മിനൂൻ, ഈമാനില്ലാത്ത ആളുകൾക്ക് അവനെയാണ് ഞാൻ ഔലിയാക്കിയിരിക്കുന്നത്, വലിയാക്കിയിരിക്കുന്നത്, പ്രൊട്ടക്ടറാക്കിയിരിക്കുന്നത്. അവനാണ് അവരെ ഗൈഡ് ചെയ്യുക, എന്നിട്ട് അവനവരെ കുഫറിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ സൂറ ബഖറയിൽ പറയുന്നത്, അള്ളാഹു പറഞ്ഞു ഹുബിത്തു ബഅലുക്കും ലി ബഅലിൻ അദു, നിങ്ങളിവിടുന്ന് പുറത്തു പോയിക്കോ, ഈ സ്വർഗീയാവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് പോ, നിങ്ങൾ പരസ്പരം ശത്രുക്കളാണ്. വലക്കും ഫില്ലർലി മുസ്തഖറുൻ, ഭൂമിയിൽ നിങ്ങൾക്ക് വാസമുണ്ട്. വ മത്താഉൻ ഇലാഹിൻ, ഒരു നിശ്ചിത അവധി വരെ അവിടെ വിഭവവുമുണ്ട്, നിശ്ചിത അവധി വരെ അവിടെ നിങ്ങൾക്ക് വാസവുമുണ്ട്. ഇത് നേരത്തെ അള്ളാഹു നിശ്ചയിച്ചതാണ്. ഭൂമിയിലേക്ക് വേണ്ടി തന്നെയാണ് ആദമിനെ സൃഷ്ടിച്ചത്. പക്ഷെ അതിൻ്റെ ഇടക്ക് ജന്നത്തിൽ താമസിപ്പിച്ചു, സ്വർഗീയ അവസ്ഥ നൽകി. ഈ പരീക്ഷണം കഴിഞ്ഞിട്ട് ഇതിനു വേണ്ടി പുറത്താക്കിയതല്ല, ഇങ്ങനെ പിശാച് അവരെ വഴിതെറ്റിച്ചത് കാരണം പുറത്താക്കിയതല്ല, അവർ തെറ്റ് ചെയ്തത് കൊണ്ട് പുറത്താക്കിയതല്ല. തെറ്റ് ചെയ്തത് കൊണ്ട് സ്വർഗീയാവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വന്നു. പക്ഷേ അള്ളാഹു ആദമിന് പുറത്തു കൊടുത്തു എന്ന് ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നു. അടുത്ത ആയത്തിൽ അതാണ്, നമുക്ക് വിശദീകരിക്കാം.